സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായി ബംഗളൂരുവിൽ നടത്തിയ ചർച്ച സ്ഥിരീകരിച്ച് വിവാദ ബിസിനസ്സുകാരൻ വിജേഷ് പിള്ള. സംസാരിച്ചത് സ്വർണ്ണക്കടത്ത് വിഷയമല്ലെന്നും സ്വപ്നയുടെ ക്ഷണം സ്വീകരിച്ചാണ് OTT നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകാമെന്ന് സമ്മതിച്ചതെന്നും വിജേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. CPM-നോടോ MV ഗോവിന്ദനോടോ ബന്ധമില്ല. സ്വർണ്ണക്കടത്തു കാര്യം സംസാരിച്ചെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടാനും വിജേഷ് വെല്ലുവിളിച്ചു. ഇടനിലക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിജേഷ് അല്ലെങ്കിൽ വിജയ് പിള്ള എന്ന പേരിലൊക്കെ പറയുന്ന ആൾ നമ്മോടൊപ്പം ഉണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ആദ്യം തന്നെ താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് വിജേഷ് പിള്ള. ഈ പറയുന്ന വിജയൻ പിള്ളയല്ല, വിജയ് പിള്ളയല്ല, വിജേഷ് പിള്ള. എങ്ങനെയാണ് എന്താണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രൊഫഷണലി എന്താണ് ജോലി ചെയ്യുന്നത്? കൊച്ചിയിൽ എങ്ങനെ? ബിസിനസ്സാണ്, IT കമ്പനിയാണ്. OTT ഒരു പ്ലാറ്റ്ഫോമുണ്ട്, ആക്ഷൻ OTT എന്ന് പറയുന്ന എൻ്റെ കമ്പനിയാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിങ്ങിനാണ് സ്വപ്നയെ കാണാനിട വന്നത്. അത് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ഫീൽഡിൽ സൂര്യ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ താമസിക്കുന്ന ഹോട്ടലായിരുന്നു. അവിടെ അവർ വന്നു മീറ്റ് ചെയ്തു. എന്താണ് കാരണം? സീരീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടായിരുന്നു. ഒരു 1 hour ഒരു മീറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വെബ് സീരീസായിട്ട് സഹകരിക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവർ വന്നത്. സ്വപ്ന സുരേഷിനെ എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? ഇതിനു മുമ്പ് അവർ പരിചയമുണ്ടോ, അല്ലെങ്കിൽ ഏത് മുഖേനയാണ് അവരിലേക്ക്? ഒരു പരിചയമില്ല. അവരുടെ കോൺടാക്ട് നമ്പർ ബേസ് കിട്ടിയിട്ടാണ് അവരെ കോൺടാക്ട് ചെയ്യുന്നത്. അതാണ് ഒരു ബിസിനസ് മീറ്റ്, ഇത്രയേ ഉള്ളൂ. ഇതിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നത്. അവരുമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല? ഇല്ല, എനിക്ക് അവരായിട്ട് ഇങ്ങനെ യാതൊരു കാര്യം സംസാരില്ല. ഒരു ബിസിനസ് മീറ്റ്, അതാണ് വെബ് സീരീസിന്റെ ഒരു ബിസിനസ് മീറ്റ്. അവരെന്തിനാണ് ഈ അലിഗേഷൻ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. താങ്കൾക്ക് CPM നേതാക്കളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? CPM ആയിട്ടും ബന്ധമില്ല, കോൺഗ്രസ് ആയിട്ടും ബന്ധമില്ല, BJP ആയിട്ടും ബന്ധമില്ല. താങ്കൾ വലിയ ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്നു, വലിയ കോടീശ്വരനായ ആള്. അപ്പം ഈ സ്വപ്നയെ പോലുള്ള ആളുകളെ പർച്ചേസ് ചെയ്ത് വാങ്ങാൻ തക്കവണ്ണം ശേഷിയുള്ള ആളാണ് എന്നാണ്. അത്രമാത്രം ശേഷിയൊന്നുമില്ല. സ്വപ്നയുമായി നിങ്ങൾ നേരിട്ട് കൂടിക്കാഴ്ച എടുത്ത് സ്വപ്നയെ ആദ്യമായിട്ടാണ് കാണുന്നത്. നാളെ നിങ്ങൾ തമ്മിലുള്ള ചിത്രങ്ങളോ CPM നേതാക്കളോടൊപ്പം നിൽക്കുന്നതോ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പുറത്തു വരാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഇതൊക്കെ തെരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ. EDക്ക് ഓൾറെഡി ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും എന്തായാലും ഈ സ്വപ്ന സുരേഷുമായി യാതൊരു ഇടപാടുകളും വ്യക്തിപരമായോ ബിസിനസ് പരമായോ ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതു തരത്തിലുള്ള അന്വേഷണവുമായും സഹകരിക്കാൻ തയ്യാറാണ്. CPM നേതാക്കളുമായും പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവരുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്നും വിജേഷ് പറയുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിജേഷ് പിള്ള എന്നൊരാളെ അറിയില്ല, കണ്ണൂരിൽ പിള്ളമാരില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്വപ്നയ്ക്കെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഞാൻ ഉറപ്പായിട്ട് പറയാണ്, എനിക്ക് അങ്ങനെ ഒരു മനുഷ്യനെ അറിയേയില്ല. പിന്നെ കണ്ണൂർ ജില്ലയിൽ പിള്ളമാരില്ല. എവിടുന്നാ ഇവർക്ക് ഈ പിള്ളയെ കിട്ടിയെന്ന് എനിക്കറിയില്ല. സുധാകരൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കേസ് കൊടുക്കാൻ? 1000 പ്രാവശ്യം ധൈര്യമുണ്ട്, കേസും കൊടുക്കും. നിയമപരമായ എല്ലാ രീതിയിലും കൈകാര്യം. 1 കോടി രൂപ പോലും ഒന്നിച്ചു കണ്ടിട്ടില്ലെന്നും പിന്നെയല്ലേ 30 കോടിയെന്നും MV ഗോവിന്ദൻ തമാശ രൂപേണ പറഞ്ഞു. ജാഥയുടെ വിജയത്തിൽ അസ്വസ്ഥത പൂണ്ടവരാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ. തിരക്കഥ തയ്യാറാക്കാൻ പറ്റിയ ആളെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പൊളിയുമെന്നും MV ഗോവിന്ദൻ പരിഹസിച്ചു. 30 കോടി ഞാൻ 1 കോടിയാണ് കണ്ടില്ല. അതിനോട് 30 കോടി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും. തിരക്കഥ തയ്യാറാക്കുമ്പോൾ നല്ല ഗൗരവമുള്ള തിരക്കഥ തയ്യാറാക്കണം. ഇങ്ങനെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ പൊട്ടിപ്പോകുന്ന തിരക്കഥ ഉണ്ടാക്കി ഇതിന്റെ സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിലൂടെ ഈ MV ഗോവിന്ദൻ മാസ്റ്റർക്കും ഒപ്പം വന്ന ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞു. MV ഗോവിന്ദന്റെയും വിജേഷ് പിള്ളയുടെയും നിയമ നടപടികൾ നേരിടാൻ തയ്യാറാണ് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. വെല്ലുവിളി ഏറ്റെടുക്കുന്നു, പ്രത്യാഘാതങ്ങൾ നേരിടാൻ താൻ തയ്യാറാണ്. തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുണ്ട്, ആവശ്യമെങ്കിൽ കോടതി കൈമാറുമെന്നും സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ധന്യ വിശ്വം ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ധന്യ, ഇന്നലെ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ തന്നെ സ്വപ്ന ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. വിജേഷ് പിള്ള നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ഇതിന് മറുപടി പറയുന്നു. ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദൻ മാസ്റ്റർ നിയമ നടപടിക്ക് താൻ ഒരുങ്ങുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇതിനോടുള്ള സ്വപ്നയുടെ പ്രതികരണം FB പോസ്റ്റിലൂടെ തന്നെ എന്താണ്? രഞ്ജിത്ത് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമുണ്ടായ സ്വപ്നയുടെ ഗുരുതരമായ ആരോപണം, അതിന് വിജേഷ് പിള്ള നമ്മളോട് സംസാരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതിൽ ഒരു വ്യക്തത വരുത്താൻ എന്നോണം സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വന്നിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പിലും അവർ വ്യക്തമാക്കുന്നത് താൻ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതായിരുന്നു വിജേഷ് പിള്ളയുടെ പ്രതികരണം എന്നുള്ളതാണ്. അത് അക്കമിട്ട് പറയുന്നുണ്ട്. വിജേഷ് പിള്ള കണ്ടു എന്നുള്ളത് സമ്മതിച്ചു. മറ്റൊന്ന് ഹരിയാനയും രാജസ്ഥാനെയും കുറിച്ച് അദ്ദേഹം സമ്മതിച്ചു. 30 കോടി വാഗ്ദാനം ചെയ്തതായി സമ്മതിച്ചു. MV ഗോവിന്ദൻ
ഗോവിന്ദന്റെയും യൂസുഫ് അലിയുടെയും പേര് താൻ പറഞ്ഞതായി സമ്മതിച്ചു. വിമാനത്താവളത്തിലെ ഭീഷണിയെക്കുറിച്ച് താൻ പറഞ്ഞതായും അയാൾ സമ്മതിച്ചു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുള്ള തെളിവുകൾ ചോദിച്ചതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വപ്ന പറഞ്ഞ ഓരോ കാര്യങ്ങളും സമ്മതിച്ചു എന്ന് പറയുകയും മുകളിൽ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞതെല്ലാം മറ്റൊരു സന്ദർഭത്തിലാണ് എന്നുകൂടി ചേർത്തുകൊണ്ടാണ് സ്വപ്നയുടെ പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും വിജേഷ് പിള്ള മാനനഷ്ടത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു. അത് നേരിടാൻ തയ്യാറാണെന്നും മറ്റൊന്ന് തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം വിജേഷ് പിള്ള വെല്ലുവിളിച്ചതുപോലെ അത് സ്വീകരിക്കുന്നു. ആ തെളിവുകളെല്ലാം പോലീസിനും ഇഡിക്കും കൃത്യമായി ഉണ്ടെന്നുമാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും സ്വപ്നയുടെ ഈ ഘട്ടത്തിലുള്ള നിലപാട് ഇതെല്ലാം ശരിവെക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ വ്യക്തമാവുന്നതാണ്. താൻ ഇന്നലെ ആരോപിച്ച അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അതേ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു സ്വപ്ന സുരേഷിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് ഒപ്പം ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഒപ്പം ഈ സ്വപ്ന പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ, അതായത് ഈ ഭീഷണി വന്നു എന്ന് പറയുന്ന ദിവസത്തിന്റെ തൊട്ട് പിന്നാലെ താൻ അവിടെ പോലീസിനെ സമീപിക്കുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥർ ഈ വിജേഷിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്, ഇയാളെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ട്, ഇയാളെ ചോദ്യം ചെയ്തു എന്ന് വ്യക്തമാകുന്നു. അങ്ങനെ നിയമപരമായ എല്ലാ രീതിയിലും താൻ നീങ്ങുന്നു. പക്ഷേ ഈ വിജേഷ് എന്ന് പറഞ്ഞ ആൾക്ക് ഇയാൾ നിയമത്തിൽ ഇല്ലിറ്ററേറ്റ് ആണ്, ഈ നിയമവുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊന്നും അറിയാത്ത ആളാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇനിയും തെളിവുകൾ തന്റെ പക്കലുണ്ട്, വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഹാജരാക്കാനും പുറത്തുവിടാനും തയ്യാറാണ് എന്നുള്ള സൂചന കൂടി സ്വപ്ന നൽകുന്നുണ്ട്. അതെ, അതാണ് കൃത്യമായിട്ട് പറഞ്ഞ ഇന്നലെ തന്നെ പുറത്തു വന്ന ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവരുടെ കയ്യിലുള്ള തെളിവ് ഒന്ന്, ഇവർ ആ ഹോട്ടലിന്റെ ലോബിയിൽ വെച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. അതിന്റെ തെളിവ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. നമ്മളത് പ്രേക്ഷകരെ കാണിച്ചതുമാണ്. മറ്റു തെളിവുകൾ എന്ത് കാര്യം സംസാരിച്ചു, ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു, വിജേഷ് പിള്ള പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് OTT-യിൽ ഒരു പ്രൊജക്ട് ചെയ്യണം, അതിനുവേണ്ടിയാണ് സ്വപ്നയെ സമീപിച്ചത് എന്നതാണ്. അതിനെക്കുറിച്ചാണോ സംസാരിച്ചത്, മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ സംസാരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ ഇഡിക്കും പോലീസിനും കൈമാറിയിട്ടുണ്ട് എന്നാണ് സ്വപ്ന പറയുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് ഒരു പക്ഷേ CPM-ഓ ഇല്ലെങ്കിൽ MP ഗോവിന്ദനോ ഇല്ലെങ്കിൽ ഈ വിജേഷ് പിള്ളയോ ഒക്കെ പരാതിപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ആ തെളിവുകൾ എന്തൊക്കെയാണ് സ്വപ്ന നൽകിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക്, ഇല്ലെങ്കിൽ അതൊരു എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ശരി, ധന്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. തൃശൂർ പെരിങ്ങാവിൽ തീപിടുത്തം. ചെമ്പുക്കാവ് പെരിങ്ങാവ് റോഡിനോട് ചേർന്നാണ് തീ പടരുന്നത്. ഗതാഗതം പൂർണ്ണമായും ആ മേഖലയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. രാജു ഗുരുവായൂർ ചേരും. രാജു, വലിയ തീപിടുത്തമാണ്, വലിയ തോതിൽ തീ പടരുന്നുണ്ട്, മുഖച്ചുരുളുകളുണ്ട്. എന്താണ് സംഭവിച്ചത്? എവിടെയാണ് തീ പിടിച്ചത്? ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, തൃശൂർ ചെമ്പുകാവിനടുത്ത് പെരിങ്ങാവിലാണ് അല്പസമയം മുമ്പ് തീപിടുത്തം ഉണ്ടായത്. പെരിങ്ങാവ് റോഡിലെ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിന്റെ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. തൃശൂരിൽ നിന്ന് 3 ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതുകൂടാതെ കുന്നംകുളത്ത് നിന്നും അതുപോലെ തന്നെ തൃപ്രയാറിൽ നിന്നും ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതുകൂടാതെ ഗതാഗതം പൂർണ്ണമായിട്ട് സ്തംഭിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ ഒന്നും തന്നെ ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും വളരെ ശക്തമായി രംഗത്തുണ്ട്. രഞ്ജിത്ത്, ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? ഈ കടകൾ മാത്രമുള്ള പ്രദേശമാണോ അവിടെ? ഈ ആളുകളൊക്കെ പൂർണ്ണമായി അകത്തുള്ളവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അവിടെ നടന്നിരുന്നു. ഇതേ തുടർന്ന് ഈ ഗോഡൌൺ ഈവന്റ് മാനേജ്മെന്റ് നടത്തുന്ന, അതായത് ഇവിടെ ഏകദേശം എല്ലാ ഫംഗ്ഷനുകളിലും ഈവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ഒരു പാർട്ടിയുടെ ഗോഡൌൺ ആണിത്. വളരെ വിപുലമായ ഗോഡൌൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കത്തൽ ആരംഭിച്ചപ്പോഴാണ് ഈ ജനങ്ങൾ ഇത് അറിഞ്ഞത് തന്നെ. ഇതേ തുടർന്ന് ജനങ്ങളെല്ലാവരും എത്തി, പിന്നീട് ഫയർഫോഴ്സ് എത്തി ഇത് അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത് ഷോപ്പുകൾ ഉണ്ടെങ്കിലും മറ്റുള്ള ഭാഗങ്ങളിലേക്കൊന്നും പടർന്നിട്ടില്ല, ആളുകൾക്ക് അപായവും സംഭവിച്ചിട്ടില്ല. എന്നാൽ
ഇതെന്ത് കാരണം കൊണ്ടാണ് ഇത് തീപിടുത്തം ഉണ്ടായത് എന്ന് ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല. ബാക്കി പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും തുടർന്നു വരികയാണ്. തൃശ്ശൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. ആ പ്രദേശത്ത് തൃശ്ശൂർ പെരിങ്ങാവിലാണ് വലിയ ഒരു തീപിടുത്തം. അത് അവിടെ ആ പ്രദേശത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ കുറേയേറെ യൂണിറ്റുകൾ അവിടെ എത്തി ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ബ്രഹ്മപുരത്തെ തീപിടുത്തം തീ എത്ര ദിവസം കൊണ്ട് അണയ്ക്കാനാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെന്ന് അവിടം സന്ദർശിച്ച മന്ത്രിമാർ വ്യക്തമാക്കി. 6 അടിയോളം താഴ്ചയിലേക്ക് തീ പടർന്നതിനാണ് അണയ്ക്കാൻ കഴിയാത്തത്. പുക 80% അണച്ചുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. ഇപ്പോൾ സ്ഥിതിഗതികൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ്. തീ അണച്ചാലും വീണ്ടും തീ പടരുന്ന സ്ഥിതിയാണെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നത്, അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട 2 യോഗങ്ങൾ ഇതിനുശേഷം കലക്ട്രേറ്റിൽ വെച്ചിട്ടുണ്ട്. രാവിലെ ജനപ്രതിനിധികളുടെ, തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെയും ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം റെസിഡൻസ് അസോസിയേഷൻ, ഫ്ലാറ്റുകൾ, അതുപോലെ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, വ്യാപാരി സംഘടനകൾ എല്ലാവരുടെയും യോഗം വെച്ചിട്ടുണ്ട്. ഈ 2 യോഗത്തിന് ശേഷം വൈകുന്നേരം നിങ്ങളെ കാണാം. എന്താണ് കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന ആക്ഷൻ പ്ലാൻ എന്ന് അവിടെ വിശദീകരിക്കും. മന്ത്രിമാർ ഇന്ന് പി രാജീവും എം പി രാജേഷും അവിടെ എത്തി ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് തീപിടുത്തം വിലയിരുത്തി. സുബി, മന്ത്രിമാരും പറയുന്നത് എത്ര ദിവസം കൊണ്ട് തീയണയ്ക്കാൻ ആവുമെന്നതിൽ വ്യക്തതയില്ല. ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. കൊച്ചി നിവാസികൾ വല്ലാതെ ദുരിതത്തിൽ 9ാം ദിവസവും തുടരുകയും ചെയ്യുന്നു. അതല്ലേ യാഥാർത്ഥ്യം? തീർച്ചയായും രഞ്ജിത്ത്, എന്നത്തേക്ക് ഈ പുക വമിക്കുന്നത് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയാനാകാത്ത സ്ഥിതിയാണെന്നാണ് മന്ത്രിമാരും വ്യക്തമാക്കിയത്. ഏതായാലും വിമർശനങ്ങൾ മന്ത്രിമാർ, ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ട് ബ്രഹ്മപുരം കൊച്ചി നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇത്രയും നാൾ എന്തുകൊണ്ടാണ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഈ സ്ഥലം സന്ദർശിക്കാത്തത് എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. ഈ ഒരു വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിമാരായ പി രാജീവും എം പി രാജേഷും ഇന്ന് 10:30 മണിയോടുകൂടി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ എത്തിയത്. മാലിന്യ പ്ലാന്റിലെ മാലിന്യങ്ങൾ ഇവർ നടന്ന് കണ്ടു. അതിനുശേഷമാണ് മന്ത്രിമാരുടെ പ്രതികരണം. ആ പ്രതികരണം ഉണ്ടായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിയുണ്ടാകുന്ന പുക 80% അണയ്ക്കാൻ സാധിച്ചുവെങ്കിലും എപ്പോൾ പൂർണ്ണമായി അണയ്ക്കാനാകുമെന്ന് പറയാനാകില്ല എന്നാണ് മന്ത്രി പി രാജീവ് പ്രതികരിച്ചത്. 6 അടിയോളം താഴ്ചയിലേക്ക് തീ പടർന്നതിനാലാണ് ഇത് അണയ്ക്കാൻ കഴിയാത്തത്. അതുപോലെ കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് പ്രതികരിച്ചു. തീ അണച്ചാലും വീണ്ടും തീ പിടിക്കുന്ന സ്ഥിതിയാണ്. എങ്കിലും സ്ഥിതിഗതികൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണെന്നും എം ബി രാജേഷ് മറുപടി പറയുന്നുണ്ട്. ഏതായാലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി എന്നാണ് മന്ത്രിമാർ പറയുന്നത്. പക്ഷേ കൊച്ചി നഗരത്തിൽ ഇപ്പോഴും മാലിന്യ പ്രശ്നം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, കോഴിക്കോട് പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ക്രൂരമായ സമീപനമെന്ന് പരാതിക്കാരി ഹാജറ നജ. അനസ്തേഷ്യ ഫലിക്കുന്നതിന് മുൻപ് ശസ്ത്രക്രിയ നടത്തി. ഒരുപാട് വേദന അനുഭവിച്ചെന്നും ഹാജറ ന്യൂസ് 18നോട് പറഞ്ഞു. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അനിഷ്ട സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായ ഒരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ക്രൂരമായ ഒരു സമീപനമാണ് ഉണ്ടായത് എന്ന് ഈ ഗർഭസ്ഥ ശിശുവിനെ പ്രസവിച്ച യുവതി വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ ഈ യുവതിയായ ഹാജറ നജ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്?
കഴിഞ്ഞ മാസം 19-ാം തീയതി ചെറിയൊരു അനക്കക്കുറവായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ അഡ്മിറ്റാക്കി എല്ലാ ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ ചെയ്ത് സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ് കുറച്ചൊന്ന് ഓപ്പൺ ആയിട്ടുണ്ട്, എന്നാലും ഡേറ്റ് ഉണ്ടല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് 21-ാം തീയതി അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 24-ാം തീയതി എനിക്ക് വാട്ടർ ബ്രേക്ക് ആയപ്പോൾ അതോടൊപ്പം ചെറിയൊരു പനിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ജുമാൻ്റെ ടൈമിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഏകദേശം ഒരു 12:30 കൂടെയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോൾ എത്തിയതോ അവർ ഞങ്ങളെ കാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുപോയത്. കാഷ്വാലിറ്റിയിൽ എത്തിയതോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വാട്ടർ ബ്രേക്ക് അയക്കണമെന്നോ ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടെന്നോ. അപ്പോൾ അവർ ടെമ്പറേച്ചർ കുറയാൻ വേണ്ടി മരുന്നൊക്കെ വെച്ച് 6 മണി വരെ അവർ ഞങ്ങളെ മെയിൻ ഡോക്ടർ വന്നിട്ടില്ല. ഓക്കെ, മെയിൻ ഡോക്ടർ വന്നിട്ടില്ലെങ്കിലും ജൂനിയർ ഡോക്ടേഴ്സിന് വാട്ടർ ബ്രേക്കായി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട എന്തെങ്കിലും നടപടികൾ ചെയ്യുക. അവർ ഒരു സീരിയസ് ആയി എടുത്തിട്ടില്ല. എൻ്റെ ഉമ്മയും താത്തയും കുറേ പോയി ചോദിക്കുന്നുണ്ട് ഡോക്ടർ എവിടെ, ഡോക്ടർ എന്താ വരാത്തെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ടും അവർ വലിയൊരു മൈൻഡ് ചെയ്യണില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് വാട്ടർ ഇങ്ങനെ ബ്രേക്ക് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ പിന്നെ വാട്ടർ ഇങ്ങനെ പോകുന്നുണ്ട്. അന്നപ്പോൾ നമ്മൾ പിന്നെയും പറഞ്ഞപ്പോൾ അവരവിടെ വെച്ച് തന്നെ ഉള്ളിൽ പരിശോധിക്കാൻ നോക്കി. അപ്പോൾ അത് കാഷ്വാലിറ്റിയാണ്, കർട്ടനാണ്, ഫുൾ ഓപ്പൺ ആണ്, ഫുൾ ആണുങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ലാബർ റൂമിലേക്ക് നടത്തിച്ച് കൊണ്ടുപോയത്. എന്നിട്ട് ലാബർ റൂമിലെത്തിയതും അവർ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട്. പിന്നെ അവർ വയറൊക്കെ കേകി മരുന്ന് തന്ന് അങ്ങനെ 90% ഞാൻ പ്രസവവേദന അനുഭവിച്ച് അത്രയും ഞാൻ വേദന സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർ പറയുന്നത് മിടിപ്പ് കുറവാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാൻ ഒരു മെഷീൻ വെക്കും, അത് അവരവിടെ വെച്ചിട്ടില്ല. അത്രയും സമയമായിട്ടും എൻ്റെ വയറിൽ വെച്ചില്ല. അവരിങ്ങനെ ഓരോ ടൈമിൽ ഇങ്ങനെ 2 ടൈമിൽ ലാബ് റൂമിൽ കയറിയപ്പോൾ ഒന്ന് നോക്കി, പിന്നെ അവസാനം ഒന്ന് നോക്കി. അവസാനം നോക്കിയപ്പോഴാണ് മിടിപ്പ് കുറവാണെന്നും പറഞ്ഞ് പെട്ടെന്ന് സിസേറിയൻ ചെയ്യണമെന്നും പറഞ്ഞ് പെട്ടെന്ന് കൊണ്ടുപോകണത്. അങ്ങനെ എൻ്റെ വീട്ടുകാർ സൈൻ ചെയ്യണമല്ലോ സിസേറിയൻ ചെയ്യുമ്പോൾ, അത് സൈൻ ചെയ്യാൻ പോലും അവർക്ക് ടൈമില്ല. അവർ പറയുന്നുണ്ട് സൈൻ ചെയ്യുന്ന വെയിറ്റ് ചെയ്യാൻ നമുക്ക് ടൈമില്ല, നമ്മൾ പെട്ടെന്ന് ചെയ്യാന്ന്. അങ്ങനെ പെട്ടെന്ന് ഇത്രയും വേദന, പ്രസവ വേദന. സൈൻ ചെയ്തിട്ടില്ലേ അപ്പോൾ പിന്നെ സൈൻ ചെയ്ത് കൊടുത്ത് ഇവർക്ക് എന്നെ കാണണോ എന്താ ശേഷമാണോ കൊടുത്തത്? അല്ല ചെയ്യുമ്പോഴേക്ക് അവരിനെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ വീട്ടുകാർക്ക് പെട്ടെന്ന് എന്താ പറ്റിയ, അത്രയും നോർമലായി പോയതാണല്ലോ. ഫസ്റ്റിൽ തന്നെ നോർമൽ ഡെലിവറിയാണ്. അന്നപ്പോൾ അവർ പെട്ടെന്ന് സിസേറിയൻ വേണമെന്നും പറഞ്ഞ് പെട്ടെന്ന് എടുത്തു കൊണ്ടുപോയി. അത്രയും അവർ തന്നെ പറയുന്നുണ്ട് 90% യൂട്രസ് ഓപ്പൺ ആയിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. അത്രയും വേദന സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ തിയേറ്ററിൽ എത്തിയതും സാധാ നമ്മളെ സ്പൈനാണ് അനസ്തേഷ്യ വെക്കുക. ഇവരെൻ്റെ വയറിന് തൊട്ട് താഴായിട്ട് 4 ഇഞ്ചക്ഷൻ വെച്ച്. എന്നിട്ടും എനിക്ക് അനസ്തേഷ്യ ഫീൽ ചെയ്തിട്ടില്ല. അനസ്തേഷ്യ നമ്മളെ ശരീരത്തിൽ പിടിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അത് ഇഞ്ചക്ഷൻ വെച്ച് സെക്കൻഡുകൾക്കുള്ളിലാണ് ഓരോ ബ്ലേഡ് വെച്ച് കീറുന്നത്. എനിക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. പരീക്ഷ എളുപ്പം ഉണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു, എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഫോക്കസ് ഏരിയ ഇല്ലാത്ത പരീക്ഷയാണ്, എന്നാലും എല്ലാം എളുപ്പമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തു. മാക്സിമം എഴുതാൻ പറ്റി, നന്നായിട്ട് എഴുതാൻ പറ്റി, എളുപ്പമുണ്ടായിരുന്നു. ഇല്ല ഇല്ല. 1 മുതൽ 9 വരെയുള്ള പരീക്ഷ സംബന്ധിച്ചിടത്തോളം ഒരു ക്രമീകരണം നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ റിസൾട്ട് സമയത്ത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ജൂൺ മാസം 1-ാം തീയതി തന്നെ സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയത്. ചെറിയ ക്രമീകരണം ഈ ചൂടിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റുമെന്ന് സംബന്ധിച്ചാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ അത് വർക്കൗട്ട് ചെയ്തിട്ടില്ല. പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ചൂട്. പക്ഷേ എന്നാൽ ജൂൺ മാസം 1-ാം തീയതി നമുക്ക് സ്കൂൾ തുറക്കണം, SLC റിസൾട്ട് പ്രഖ്യാപിക്കണം, വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഈ ഷോർട്ട് ടൈമിനുണ്ട്. അപ്പോൾ ഈ ടീച്ചർമാർ തന്നെയാണ് ഇതിനുമൊക്കെ തന്നെ എൻഗേജ്ഡ് ആവേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കൊരു നിർബന്ധവുമില്ല ഈ കുട്ടികളെ ഈ ചൂട് സമയത്ത് പരീക്ഷ എഴുതിക്കണമെന്ന്. നമുക്കിതിനെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ.
അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് എന്താ ഒരു ക്രമീകരണം വരുത്താൻ പറ്റുമെന്ന് നോക്കാം. നമുക്കൊരു നിർബന്ധവും ഒരു പിടിവാശിയുമില്ല ഇന്ന ഈ ഇപ്പം പറഞ്ഞ സമയത്ത് തന്നെ നടത്തണമെന്ന് സംബന്ധിച്ചിടത്തോളം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നേരത്തെ ന്യൂസ് 18 വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. 11:30 മണിക്ക് അത് നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തതിൽ പ്രധാനമായും പറഞ്ഞത് ഈ ചൂട് സമയത്ത് 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പരീക്ഷ ഈ ചൂട് സമയത്ത് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം നടത്തുന്നതിൻ്റെ ഒരു സാങ്കത്യം നമ്മൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആ വിഷയത്തിൽ കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നു. സർക്കാർ ഒരു പുനഃക്രമീകരണം ആലോചിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ചൂട് സമയത്ത് കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാൻ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല. ഒരു പുനഃക്രമീകരണം സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വിദഗ്ധരുമായി ചർച്ച നടക്കുകയാണ്. ഈ റിസൾട്ടൊക്കെ വളരെ കൃത്യമായ സമയത്ത് ജൂൺ മാസം 1-ാം തീയതി ക്ലാസ് തുറക്കത്തക്ക രീതിയിൽ കൃത്യമായ റിസൾട്ട് വരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു ക്രമീകരണം നടത്തിയത് പരീക്ഷയുമായി ബന്ധപ്പെട്ട. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ചൂട് ഇങ്ങനെ കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ ഒരു പുനർവിചിന്തനം നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം പറഞ്ഞത്. ചുട്ടുപൊള്ളുന്നു. നേരത്തെ നമ്മൾ ഇപ്പോൾ മന്ത്രി മറുപടി പറഞ്ഞ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. കടുത്ത വേനൽ ചൂടിൽ പരീക്ഷാ ചൂടും കൂടി എത്തിയതോടെ ആശങ്കയിലാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും. വേനൽ ചൂടിൽ സംസ്ഥാനം ഉരുകിയൊലിക്കുമ്പോൾ 1-ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഉച്ച മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത്. പകൽ 11 മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുതെന്ന ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കെയാണ് കുട്ടികൾക്ക് പരീക്ഷ നടത്തുന്നത്. കൊടും ചൂടിൽ രാവും പകലും ചുട്ടുപൊള്ളുമ്പോഴാണ് 1-ാം ക്ലാസ് മുതലുള്ള കുരുന്നുകൾക്ക് വാർഷിക പരീക്ഷകൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച SSLC പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികൾ പോലും ചൂട് സഹിക്കാനാകാതെ വലഞ്ഞു. പരീക്ഷയ്ക്ക് രാവിലെ സ്കൂളിലെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും നട്ടുച്ചയ്ക്ക് മടങ്ങുമ്പോൾ കുട്ടികൾ വാടിത്തളരുന്നു. ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ പകൽ 11 മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പോലും സർക്കാർ നൽകി. അപ്പോഴും 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് 1:30 മുതലാണ് പരീക്ഷ. പരീക്ഷ തീർച്ചയായിട്ടും അതിനനുസരിച്ച് റീഷെഡ്യൂൾ ചെയ്യേണ്ടതാണ്. ഒന്നുകിൽ പരീക്ഷ കാലാവധി നീട്ടിവെക്കണം, അല്ലെങ്കിൽ ടൈം റീഷെഡ്യൂൾ ചെയ്യണം, സമയം റീഷെഡ്യൂൾ ചെയ്യണം. മാതാപിതാക്കൾക്കും എല്ലാവർക്കും കാര്യം മനസ്സിലാകുമല്ലോ. കാരണം കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഹെൽത്തിനാണ്, സെക്കൻഡ് പ്രയോറിറ്റിയാണ് ടൈമിംഗ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഹെൽത്തിനായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം പോയി കുഞ്ഞുങ്ങൾ തളർന്നു പോയാൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊണ്ടുപോകുന്ന ആളുകൾ തളർന്നു പോയാൽ തുടർ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പരീക്ഷ കഴിഞ്ഞ് അസുഖം വന്നാലും അത് പിന്നെ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ടൈം റീഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്യുക. രാത്രിയും പകലും ഒരുപോലെ ചൂട് ഇത് കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്രമവും അനിവാര്യമാണെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു. അന്തരീക്ഷത്തിലെ ചൂടും പടർന്നു പിടിക്കുന്ന പനിയും പഠനഭാരവും കുട്ടികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്ത് 37 ഡിഗ്രിയിലധികം ചൂട് രേഖപ്പെടുത്തിയിരുന്നു. പകൽ 11 മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത് എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ നിലനിൽക്കെയാണ് 6 വയസ്സ് മുതലുള്ള സ്കൂൾ കുട്ടികൾക്ക് പരീക്ഷാകാലം ആരംഭിക്കുന്നത്. പരീക്ഷകൾ നട്ടുച്ചയ്ക്ക് ആരംഭിക്കുമ്പോൾ മാതാപിതാക്കൾ ആശങ്കയിലാണ്. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. ഈ വാർത്തയോട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പം മുമ്പ് പ്രതികരിച്ചിരുന്നു. സർക്കാരിന് യാതൊരു നിർബന്ധവുമില്ല ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ നടത്താൻ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെച്ചത്. ഈ വിഷയത്തിൽ ഒരു പുനരാലോചന ഉണ്ടായേക്കാം. വി വിനോദ് ചേരുന്നു. വിനോദ്, ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് മന്ത്രി പറയുന്നു. ഇപ്പോൾ ഒരു പുനർവിചിന്തനത്തിന് സർക്കാർ തയ്യാറാവുകയാണോ? രഞ്ജിത്ത്, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പരീക്ഷയാണ് ഉച്ചയ്ക്ക് ശേഷം ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പരാതികൾ ഉയർന്നിരുന്നു. കാരണം ചൂട് വലിയ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ എത്തുന്നതിനും അല്ലെങ്കിൽ നേരത്തെ എത്തി കാത്തിരിക്കുന്നതിനും ഒക്കെയുമുള്ള ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ക്ലാസ്സിലെ 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. ഇന്നിപ്പോൾ +1, +2 പരീക്ഷകളാണ് ആരംഭിച്ചത്. മന്ത്രി വ്യക്തമാക്കിയത് ഇങ്ങനെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ള രീതിയിൽ ഈ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പരീക്ഷ നടത്തണം എന്ന ഒരു നിർബന്ധവുമില്ല. ഇപ്പോൾ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ഇതിന്റെ സമയം ഉൾപ്പെടെ മാറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കാരണം ജൂൺ 1-ന് തന്നെ സ്കൂൾ തുറക്കേണ്ടതുണ്ട്. അതിൽ മാറ്റം വരത്തില്ല. അതുതന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നതും.
ജൂൺ 1 സ്കൂൾ തുറന്നാൽ മാത്രമേ അടുത്ത വർഷത്തെ ഈ മാസങ്ങൾ, കൃത്യമായിട്ടുള്ള പഠന മാസങ്ങൾ, സ്കൂള് പ്രവൃത്തി ദിവസങ്ങൾ ഇതൊക്കെയും നേരത്തെ ക്രമീകരിച്ചതാണ്. അടുത്ത വർഷം മുതൽ ഒരുപക്ഷെ ഈ ജൂൺ 1 എന്നതിൽ ഒരുപക്ഷെ മാറ്റമുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ജൂൺ 1 തന്നെ സ്കൂൾ തുറക്കും. പക്ഷേ ഇതിനിടയിലെ പരീക്ഷ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രമീകരണം, സമയം ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ചുള്ള മാറ്റം അതിന് ആലോചിക്കുന്നുണ്ട്. വൈകാതെ തന്നെ, ഉടൻ തന്നെ, ഇന്നോ നാളെയോ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്. രഞ്ജിത്ത്, ഏതായാലും കുട്ടികളുടെ ഒരു വിഷമത്തിന് ഒരു പരിഹാരമാകുന്നു. സർക്കാർ തലത്തിൽ ആ വിഷയത്തിൽ തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ സംസ്ഥാനത്ത് പകൽ താപനില ഉയരും. കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം ജില്ലകളിൽ സാധാരണയിൽ നിന്നും കൂടുതൽ താപനില രേഖപ്പെടുത്തിയേക്കും. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഉയർന്ന താപനില 37.6 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞിരുന്നു. കോട്ടയത്ത് 37.5, കൊച്ചിയിൽ 36.9 ഉയർന്ന താപനില. ഇന്ന് ഒറ്റപ്പെട്ട ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ കിട്ടിയേക്കും. കേരള തീരത്ത് രാത്രി 11:30 മുതൽ 11:30 വരെ തിരമാലകൾ ഉയർന്ന നിലയിലുണ്ടാവാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം അരുതല്ലൂരിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. 65 വയസ്സുള്ള ലില്ലി, മകൻ സോണി വർഗീസ് എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. വീടിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് അയൽവാസികളാണ് പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചത്. ഗേറ്റ് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. KSRTC-ക്കെതിരെ തെറ്റായ പ്രചാരണം നടക്കുന്നുവെന്ന് മന്ത്രി ആന്റണി രാജു. KSRTC-യിൽ ഇതുവരെയും ശമ്പള കുടിശ്ശിക ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ പ്രതിസന്ധി മനഃപൂർവ്വം ആരും ഉണ്ടാക്കിയതല്ല. ഈ മാസത്തെ ശമ്പളത്തിൽ പകുതി 5-ാം തീയതി നൽകി. ധനവകുപ്പിൽ നിന്ന് പണം ലഭിച്ചാൽ ഉടൻ ബാക്കി നൽകും. സമരം കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല. ഇനിയും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. പ്രതിസന്ധി ഘട്ടം ഘട്ടമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതുവരെ അങ്ങനെ ശമ്പള കുടിശ്ശിക KSRTC-യിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു തെറ്റായ പ്രചരണം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. KSRTC-യിൽ എത്രയോ കാലമായി ശമ്പളം കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് ശരിയല്ല. ശമ്പളം കുടിശ്ശികയില്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. അതെല്ലാവരും മനസ്സിലാക്കണം. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സമൂഹത്തിൽ തെറ്റായ ധാരണയുണ്ടാക്കാനുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്നും ബോധപൂർവ്വം നടക്കുന്നുണ്ട്. അത് ശരിയല്ല. ശമ്പളം, ഒരു മാസത്തെയും ശമ്പളം മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് KSRTC-യുടെ ഈ അടുത്ത കാലത്തെ പ്രത്യേകത. വൈദികം റിസോർട്ട് വിഷയത്തിൽ പാർട്ടി അന്വേഷണമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി അന്വേഷണത്തിന്റെ സാഹചര്യം ഇപ്പോഴില്ല. EP ജയരാജന് ഷെയറില്ല. ബന്ധുക്കൾക്കാണ് റിസോർട്ടിലെ ഷെയർ. അക്കാര്യം ബന്ധപ്പെട്ടവരുമായി ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. MG സർവകലാശാല മുൻ PVC ഡോക്ടർ ഷീന ഷുക്കൂറിന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ചതെന്ന് പരാതി. ഡോക്ടറേറ്റോ PG ബിരുദമോ ഇല്ലാത്ത മുൻ ജസ്റ്റിസ് ഷീന ഷുക്കൂറിനെ ഗൈഡ് ചെയ്ത് ചട്ടവിരുദ്ധമെന്നും ആരോപണമുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്ക് പരാതി നൽകി. UDF സർക്കാരിന്റെ കാലത്ത് MG സർവകലാശാല പ്രോ വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ട ഷീന ഷുക്കൂർ നിലവിൽ കണ്ണൂർ സർവകലാശാല നിയമപഠന വകുപ്പ് മേധാവിയാണ്. UGC അംഗീകരിച്ച ടേണിംഗ്ടൺ സോഫ്റ്റ്വെയറിൽ പരിശോധിച്ചപ്പോൾ 60% കോപ്പിയടി നടന്നതായി കണ്ടെത്തിയെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആരോപിക്കുന്നു. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും മുസ്ലിം കുടുംബ നിയമത്തിന്റെ സാധുതയും പ്രയോഗവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഷീനയുടെ ഗവേഷണ പ്രബന്ധം. എന്നാൽ പ്രബന്ധത്തിന്റെ 4-ാം ചാപ്റ്ററിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ K. ശ്രീധര വാര്യർ 1969 പ്രസിദ്ധീകരിച്ച മരുമക്കത്തായം അലൈഡ് സിസ്റ്റം ഓഫ് ലോ എന്ന ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ അപ്പാടെ പകർത്തിയതായി പരാതിയിൽ പറയുന്നു. കോപ്പിയടിയിലൂടെ പ്രബന്ധങ്ങൾ തയ്യാറാക്കി PhD നേടുന്നത് ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവർ പോലും കോപ്പിയടിയിലൂടെ PhD നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സത്യം. ഇപ്പോൾ ഷീന ഷുക്കൂറിൻ്റെ PhD തീസിസ് 60% പ്ലാജിയറിസമുണ്ടെന്ന് UGC അംഗീകരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ചെക്കിങ്ങിലൂടെയും അതല്ലാതെ മാനുവലായിട്ട് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. തമിഴ്നാട് അംബേദ്കർ സർവകലാശാല ഷീന ഷുക്കൂറിന് 2009 PhD നൽകി.
മുൻ ഹൈക്കോടതി ജസ്റ്റിസ് അബ്ദുൽ ഗഫൂറിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഗവേഷണം. ഡോക്ടറേറ്റോ PG ബിരുദമോ ഇല്ലാത്ത ജസ്റ്റിസ് ഗഫൂർ എങ്ങനെ ഷീനയുടെ ഗൈഡായി എന്ന ചോദ്യവും പരാതിക്കാർ ഉന്നയിക്കുന്നു. സർവകലാശാല തലത്തിൽ ശക്തമായ ചെക്കിംഗ് ഉണ്ടാവുകയും അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ അവാർഡ് ചെയ്തിട്ടുള്ള PhD തീസിസ് പ്ലാജറിസം ചെക്കിംഗ് കർശനമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് നിവേദനം നൽകി. പ്രബന്ധം വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർക്ക് നിവേദനം നൽകിയത്. നിയമപഠന വകുപ്പ് മേധാവി സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർക്കും പരാതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. തലമുറകളെ സ്വാധീനിച്ച അധ്യാപകരും അവരുടെ വിദ്യാർത്ഥികളും വീണ്ടും കലാലയ അന്തരീക്ഷത്തിൽ ഒത്തുകൂടി. മുൻകാല അധ്യാപന ശൈലി പുനരാവിഷ്കരിക്കുന്ന ചടങ്ങാണ് പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന ക്ലാസിൽ മന്ത്രിയും മുൻ മന്ത്രിമാരും വിദ്യാർത്ഥികളായി. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഡോക്യുമെന്ററിയുടെ ചിത്രീകരണം. ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെടത്തക്കവണ്ണമായ രീതിയിൽ വളർത്തിയെടുത്തതാരാണ് എന്ന് പറയാം. യൂണിവേഴ്സിറ്റി കോളേജിലെ 550ാമത്തെ ക്ലാസ് മുറിയിൽ ആ അധ്യാപകന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. കാറൽ മാക്സും സോവിയറ്റ് യൂണിയനുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ. My heart leaps up when I behold the rainbow in the sky. അതുപോലെ എന്നെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ MA ഉമ്മനാണ് വീണ്ടും അധ്യാപക കുപ്പായം അണിഞ്ഞത്. ക്ലാസ് റൂമിലെ കസേരയിലിരുന്ന് ബ്ലാക്ക് ബോർഡിന് മുന്നിൽ ഉമ്മൻ സാർ അധ്യാപകനായപ്പോൾ മന്ത്രിയും മുൻ മന്ത്രിമാരുമൊക്കെ അച്ചടക്കമുള്ള കുട്ടികളായി. ഇദ്ദേഹം നോബൽ പ്രൈസ് ഇക്കണോമിക്സ് ബോട്ടണിക്കാരൻ ആരെങ്കിലും ആദ്യത്തെ ചാപ്റ്റർ ഇക്കണോമിക്സ് ആണെന്ന് പറഞ്ഞ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങും. സുവോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങും. ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കേട്ടും ഉമ്മൻ സാർ ആ പഴയ അധ്യാപകനായി മാറി. ഒടുവിൽ മുൻബെഞ്ചിലിരുന്ന മന്ത്രിയോടായി ചോദ്യം. മാഷിന്റെ ചോദ്യത്തിന് പകച്ചു നിൽക്കാതെ മന്ത്രിയുടെ മറുപടി. പക്ഷേ പാഠപുസ്തകത്തിലെ സാമ്പത്തിക ശാസ്ത്രവും ജീവിതത്തിന്റെ സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ ബന്ധമില്ലെന്ന് മാഷിന്റെ മറുപടി. ഉമ്മൻ സാറിന്റെ ക്ലാസ് പുതിയ തലമുറയ്ക്കും പുത്തൻ അനുഭവമായിരുന്നു. പരീക്ഷ ഉദ്ദേശിച്ച് മാത്രം പുറത്തിറങ്ങുന്ന ഗൈഡുകൾ നോക്കി പഠിച്ച് പരീക്ഷ എഴുതി റാങ്കുകൾ വാങ്ങി അല്ലെങ്കിൽ നല്ല മാർക്കുകൾ വാങ്ങി പുറത്തിറങ്ങുന്ന അഭിനവ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഞങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ABCD പോലും നിങ്ങൾ കണ്ടിട്ടില്ല എന്നും സാമ്പത്തിക ശാസ്ത്രം എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക വളരെയധികം മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു വിഷയമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇത്. പ്രചോദനത്തിന്റെ പ്രവാചകർ എന്ന പേരിലാണ് സാംസ്കാരിക വകുപ്പിന് കീഴിലെ ബുക്ക് മാർക്ക് തലമുറകളെ സ്വാധീനിച്ച അധ്യാപകരുടെ അധ്യാപന ശൈലി ഡോക്യുമെന്ററി ആക്കുന്നത്. ചിത്രീകരണത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഒത്തിരി പ്രതിഭാധനന്മാരായ വ്യക്തിത്വങ്ങൾ മൺമറഞ്ഞുപോയി. അവരുടെ ക്ലാസ്സുകൾ എന്തായിരുന്നു എന്ന് പുതിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കാണാനൊരവസരം കിട്ടാതെ പോയി. അതൊരു വലിയൊരു നഷ്ടമാണ്. ആ ഒരു നഷ്ടം നമുക്കുണ്ടെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ ആളുകളെയെല്ലാം അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് അത് റെക്കോർഡ് ചെയ്ത് നമുക്കത് ഡോക്യുമെൻ്റ് ചെയ്ത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. സാംസ്കാരിക വകുപ്പാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു കലാലയങ്ങളിലും പ്രമുഖർ ക്ലാസുകൾ നയിക്കും. വിദ്യാർത്ഥികളെ കാലാകാലങ്ങളിൽ പ്രചോദിപ്പിച്ച അധ്യാപകരുടെ അധ്യാപന ശൈലി അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചിത്രീകരിച്ച് ഡോക്യുമെന്ററി രൂപത്തിലാക്കി കൈമാറുക എന്നതാണ് ഈ പദ്ധതിയുടെ ചുരുക്കം. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ജില്ലയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ അന്യമാണ്. പക്ഷേ തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരു തീവണ്ടി എഞ്ചിൻ ഇവിടെയുണ്ട്. 1956-ൽ ഇടുക്കിയുടെ ചരിത്രത്തോട് തൊട്ടു നിൽക്കുന്ന ഒരു ഡീസൽ എഞ്ചിൻ. തേക്കടിയിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ എത്തിച്ചിരിക്കുന്ന തീവണ്ടി എഞ്ചിൻ കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. വ്യാവസായിക ആവശ്യത്തിനായി 1956-ൽ നിർമ്മിച്ച തീവണ്ടി എഞ്ചിനാണിത്. ബാംഗ്ലൂരിൽ നിർമ്മിച്ച എഞ്ചിൻ 1982-ൽ KSEB വാങ്ങി. ശേഷം ഇടുക്കിയുടെ ചരിത്രത്തിലേക്കും ഈ ഡീസൽ എഞ്ചിൻ ചൂളം വിളിച്ചു.
ഇടുക്കി ഇടമലയാർ അണക്കെട്ടുകളുടെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനാണ് എഞ്ചിൻ നിർണായക പങ്കുവഹിച്ചത്. വൈദ്യുതി വകുപ്പിന്റെ അങ്കമാലി ഡിപ്പോയിലേക്ക് നിർമ്മാണ സാമഗ്രികളും കൽക്കരികളും കൊണ്ടുപോകുന്നതിനായി പിന്നീട് ഈ എഞ്ചിൻ ഉപയോഗിച്ചു. 2015-ൽ പതിറ്റാണ്ടുകൾ നീണ്ട എഞ്ചിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതിനുശേഷമാണ് EVN ഗ്രൂപ്പ് ഇത് വാങ്ങി റിസോർട്ടിലെത്തിച്ചത്. KSEBയുടെ ഓണർഷിപ്പുണ്ടായിരുന്ന മിഷൻ 2015 ഡീകമ്മീഷൻ ചെയ്ത ശേഷം കോതമംഗലം ആസ്ഥാനമായിട്ട് EVN ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ജോസ് മാത്യു വാങ്ങുകയും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി ഈ മിഷൻ നമ്മുടെ ഗ്രൂപ്പിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള തേക്കടിയിലെ സ്റ്റെർലിംഗ് റിസോർട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഇത് പ്രധാനമായിട്ടും നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വരുന്ന വിനോദസഞ്ചാരികൾക്ക് കാണുവാനും വിനോദസഞ്ചാരികൾ കൂടാതെ നമ്മുടെ പൊതുജനങ്ങൾക്കും കാണാനുള്ള അവസരങ്ങളും ഫോട്ടോ എടുക്കുകയും മിഷനെ പറ്റി മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വളരെ കുറച്ച് വ്യവസായ എഞ്ചിനുകളിലൊന്നാണിത്. ഗിയറോട് കൂടിയ ഹൈഡ്രോളിക് ട്രാൻസ്മിഷനാണ് പ്രത്യേകത. ട്രെയിൻ എഞ്ചിൻ കാണാൻ റിസോർട്ടിൽ സഞ്ചാരികൾക്ക് പുറമെ തദ്ദേശീയരായ നിരവധി പേരും എത്തുന്നു. ന്യൂസ് 18 ഇടുക്കി. ജമ്മു കാശ്മീരിൽ നിന്നും ശബരിമലയിലേക്കുള്ള കാൽനട യാത്ര നടത്തുകയാണ് കാസർഗോഡ് സ്വദേശികളായ നല്ലാക്ഷനും പ്രഭാകരനും. പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച ഇവർ നടത്തുന്ന യാത്ര കാസർഗോഡെത്തി. 3000 കിലോമീറ്റർ ദൂരം താണ്ടിയാണ് ശബരിമല യാത്രാമധ്യേ ഇവർ സ്വദേശത്ത് എത്തിയത്. ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയിലേക്ക് 3500 കിലോമീറ്റർ താണ്ടണം. കാൽനടയായി എത്താൻ മാസങ്ങളോളം വേണ്ടിവരും. എന്നാൽ കാസർഗോഡ് രാംദാസ് നഗർ സ്വദേശികളായ നളിനാക്ഷന്റെയും പ്രഭാകരന്റെയും ദൃഢനിശ്ചയത്തിന് മുന്നിൽ ഇതൊന്നും ഒരു തടസ്സമേയല്ല. നവംബർ 30-ന് കാസർഗോഡ് നിന്നും കാശ്മീരിലേക്ക് ട്രെയിൻ കയറി. തുടർന്ന് വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ച ശബരിമലയിലേക്ക് കാൽനടയായി പുറപ്പെട്ടു. 93 ദിവസം കൊണ്ട് 3000 കിലോമീറ്റർ ദൂരം താണ്ടിയാണ് ഇവർ കാസർഗോഡ് എത്തിയത്. മകളുടെ രോഗശാന്തിക്കായി നേർന്നതാണ് ഈ യാത്രയെന്നും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്താണ് യാത്ര തുടർന്നതെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ ഇവിടുന്ന് കാസർഗോഡ് നിന്ന് 2 പേര് ശബരിമല യാത്രയായിട്ട് അനുബന്ധിച്ചിട്ട് ഞങ്ങളായിട്ട് എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഒരു പാദയാത്ര തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ജമ്മു കാശ്മീർ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിൽ നിന്ന് അവിടുന്ന് 3 മാസം 3 ദിവസം കൊണ്ട് നമ്മളിപ്പോൾ കെട്ടുനിറച്ചിട്ട് അവിടുന്ന് ഇവിടത്തേക്ക് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് എത്തിയിട്ട് എനിക്ക് ഇവിടുന്ന് ഒരു 10-12 ദിവസം ഇവിടെ തങ്ങിയിട്ട് ഗോപാലകൃഷ്ണ അമ്പലത്തിൽ തങ്ങിയിട്ട് ഇവിടുന്ന് ശബരിമലക്ക് മാർച്ച് 28-ാം തീയതി ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പോയിട്ട് അവിടെ അഭിഷേകം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉത്തരേന്ത്യയിലെ അതികഠിനമായ തണുപ്പിനെയും തുടർന്നിങ്ങോട്ട് കടുത്ത വേനൽ ചൂടിനെയും അതിജീവിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയുള്ള കാൽനടയാത്ര മറക്കാനാവാത്ത അനുഭവമാണെന്ന് ഇവർ പറയുന്നു. കാസർകോട്ടെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി. മാർച്ച് 28-ന് കാൽനടയായി ശബരിമല യാത്ര തുടരും. ന്യൂസ് 18 കാസർഗോഡ്. കന്യാകുമാരി ജില്ലയിൽ വൈദ്യുതി പോസ്റ്റിൽ യുവതിയെ കെട്ടിയിട്ട് മർദ്ദിച്ചു. മാർത്താണ്ഡത്തിൽ മസാജ് സെന്റർ നടത്തിവരികയായിരുന്ന യുവതിയാണ് ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് മർദ്ദിച്ചത്. തുടർച്ചയായി അശ്ലീലം പറഞ്ഞതിൽ പ്രകോപിതയായ യുവതി ഇവർക്ക് നേരെ മുളകുപൊടി വിതറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സജയൻ ഇതാണ്ട് പോലീസ് ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? ഈ മർദ്ദനമേറ്റ യുവതിയുടെ നില എങ്ങനെയുണ്ട്? രഞ്ജിത്ത്, മാർച്ച് 8-ന് ലോക വനിതാ ദിന രാജ്യമെങ്ങും ആഘോഷിച്ച അടുത്ത ദിവസമായ ഇന്നലെയാണ് വളരെ നിഷ്ഠൂരമായ സംഭവം കന്യാകുമാരി ജില്ലയിലെ മേൽപ്പുറം ജംഗ്ഷൻ, അതായത് ഏത് സമയത്തും ജനനിബിഡമായ ജനത്തിരക്കുള്ള ജംഗ്ഷനിൽ വിധവയായ കല എന്ന 35 വയസ്സ് സ്ത്രീയെ ആട്ടോ ഡ്രൈവർമാർ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചതിന്റെ ഫോട്ടോ അതേപോലെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. ഇന്നലെ രാവിലെ, അതായത് കല എന്ന സ്ത്രീയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുകയുണ്ടായി. തുടർന്ന് മേൽപ്പുറത്തിന് സമീപം ഒരു വാടക വീട്ടിൽ കഴിയുന്ന ഈ സ്ത്രീ മാർത്താണ്ഡത്ത് ഒരു മസാജ് സെന്ററിൽ ചേർന്നു. ഈ മസാജ് സെന്ററിലേക്ക് മേൽപ്പുറം ജംഗ്ഷൻ വഴി നടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ആട്ടോ ഡ്രൈവർമാർ സ്ഥിരമായി അശ്ലീലം പറയുകയും കളിയാക്കുകയും പതിവായിരുന്നു. സഹിക്കവയ്യാതെ ഇന്നലെ രാവിലെ കല തന്റെ ബാഗിൽ മുളക് പൊടി സൂക്ഷിക്കുകയുണ്ടായി. കൂടെ ഒരു കത്തിയും കരുതിയിരുന്നു എന്ന് പറയപ്പെടുന്നു. പതിവ് പോലെ ആട്ടോ ഡ്രൈവർമാർ മേൽപ്പുറം ജംഗ്ഷനിൽ വെച്ച് അശ്ലീലം പറയുകയും കളിയാക്കുകയും ചെയ്തപ്പോൾ ആട്ടോ ഡ്രൈവർമാർക്ക് നേരെ മുളക് പൊടി പ്രകോപിതരായ ആട്ടോ ഡ്രൈവർമാർ ഈ സ്ത്രീയെ കെട്ടിയിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. പക്ഷെ അതുവഴി പോയ പലരും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ സ്ത്രീയെ രക്ഷിക്കാൻ ആരും തന്നെ മുന്നിൽ വന്നില്ല. തുടർന്ന് ഇത് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ ഫോട്ടോ പകർന്നത് ജില്ലാ SP
ഹരികിരൺ പ്രസാദിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അരമന പോലീസ് സ്റ്റേഷനിൽ നിന്ന് 1.5 മണിക്കൂറിന് ശേഷം സംഭവ സ്ഥലത്തെത്തിയ പോലീസ് കലയെ അവിടെ നിന്ന് പങ്കുവച്ചത്. കന്യാകുമാരിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഓസീസ് കൂടുതൽ വിക്കറ്റ് നഷ്ടങ്ങളില്ലാതെ 370 റൺസ് പിന്നിടുന്നു. ഉസ്മാൻ ഖവാജയ്ക്ക് പിന്നാലെ കാമറൂൺ ഗ്രീനും സെഞ്ചുറി നേടി. ഗ്രീനിന്റെ ആദ്യ രാജ്യാന്തര ടെസ്റ്റ് സെഞ്ചുറിയാണ് അഹമ്മദാബാദിലേത്. ഉസ്മാൻ ഖവാജ 150 റൺസ് പിന്നിട്ടു. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്.